കിരണാണ്. കിരൺ മംഗലശ്ശേരിയിൽ നിന്നും. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആനകളുടെ പുതുക്കിയ വില വിവര പട്ടികയാണ്. ഇപ്പോൾ ഉള്ള വില വിവര പട്ടികയും അതുപോലെ തന്നെ പുതുക്കുവാൻ നിർദ്ദേശിക്കുന്ന എമൗണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ നന്ദൻ ഇപ്പോൾ വാങ്ങുന്ന ഏക്കത്തുക 1,00,000 രൂപയാണ്. വിശേഷ ദിവസങ്ങളിലും 1,00,000 രൂപയാണ് ഏക്കത്തുക വാങ്ങുന്നത്. അതിനെ 1.25 മാറ്റുവാൻ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ തിടമ്പേറ്റിയിട്ടുള്ള എഴുന്നള്ളിപ്പിന് മാത്രമേ ഗുരുവായൂർ നന്ദന് വിടുകയുള്ളൂ എന്നുള്ള നിർദ്ദേശവും അതിനോടൊപ്പം വയ്ക്കുന്നു. ഗുരുവായൂർ ഇന്ദ്രസനെ വാങ്ങുന്നത് ഇപ്പോൾ വാങ്ങുന്ന ഏക്കത്തുക 1,00,000 രൂപയാണ്. വിശേഷാൽ ദിവസങ്ങളിലും 1,00,000 രൂപയാണ് ഏക്കത്തുക വാങ്ങുന്നത്. അതിനെ 1.25 മാറ്റുവാൻ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ കോലമേറ്റിയുള്ള എഴുന്നള്ളിപ്പുകൾക്ക് മാത്രമേ ഇന്ദ്രസനെയും അയക്കുകയുള്ളൂ എന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിക്കുന്നു. അടുത്തത് സിദ്ധാർത്ഥൻ. ഗുരുവായൂർ സിദ്ധാർത്ഥനെ ഇപ്പോൾ വാങ്ങുന്ന സാധാരണ ദിവസത്തേക്ക് വാങ്ങുന്ന ഏക്കത്തുക 80,000 രൂപയാണ്. വിശേഷാൽ ദിവസങ്ങളിൽ 60,000 രൂപയാണ് ഏക്കത്തുക വാങ്ങുന്നത്. അത് സാധാരണ ദിവസം 60 ആക്കിയും വിശേഷാൽ ദിവസങ്ങളിൽ 70 രൂപ ആക്കിയും മാറ്റാൻ ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ ദാമോദർ ദാസ് എന്ന ഗജവീരന് 50,000 രൂപയാണ് ഇപ്പോൾ വാങ്ങുന്ന ഏക്കത്തുക. വിശേഷ ദിവസങ്ങളിൽ വാങ്ങുന്ന ഏക്കത്തുക 60,000 രൂപയാണ്. അതിനെ സാധാരണ ദിവസം 60,000 രൂപ ഏക്കത്തുകയും വിശേഷാൽ ദിവസം 70,000 രൂപ ഏക്കത്തുകയും ആക്കി മാറ്റുവാൻ ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ ശ്രീധരൻ എന്ന ഗജവീരന് ഇപ്പോൾ വാങ്ങുന്ന ഒരു ദിവസം വാങ്ങുന്ന ഏക്കത്തുക 40,000 രൂപയാണ്. വിശേഷാൽ ദിവസങ്ങളിൽ വാങ്ങുന്നത് 50,000 രൂപയാണ്. അതിനെ 50,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായും വിശേഷ ദിവസങ്ങളിൽ 60,000 രൂപയാക്കിയും ഉയർത്തുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ വിഷ്ണു എന്ന ഗജവീരന് 40,000 രൂപ ഇപ്പോഴത്തെ ഏക്കത്തുക. വിശേഷ ദിവസങ്ങളിൽ അത് 50,000 രൂപയാണ്. അതിനെ 50,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായും വിശേഷ ദിവസങ്ങളിൽ 60,000 രൂപയാക്കിയും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ ഗോകുൽ എന്ന ഗജവീരന് ഇപ്പോൾ ഒരു ദിവസത്തെ ഏക്കത്തുകയായി വാങ്ങുന്നത് 40,000 രൂപയാണ്. വിശേഷ ദിവസങ്ങളിൽ 50,000 രൂപയാണ് ഏക്കത്തുക വാങ്ങുന്നത്. അതിന് 50,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായും വിശേഷ ദിവസങ്ങളിൽ 70,000 രൂപയായും ഉയർത്തുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ജൂനിയർ വിഷ്ണു എന്ന ഗജവീരന് ഇപ്പോൾ വാങ്ങുന്നത് 35,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായി വാങ്ങുന്നത് 35,000 രൂപയാണ്. അതിനെ 45,000 രൂപയാണ് വിശേഷ ദിവസങ്ങളിൽ ഏക്കത്തുകയായി വാങ്ങുന്നത്. അതിനെ 40,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായും വിശേഷാൽ ദിവസങ്ങളിൽ 50,000 രൂപയായും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ രവികൃഷ്ണൻ എന്ന ഗജവീരന് 35,000 രൂപ ഇപ്പോഴത്തെ ഏക്കത്തുക. വിശേഷാൽ ദിവസങ്ങളിൽ ഇപ്പോൾ വാങ്ങുന്നത് 45,000 രൂപയാണ്. അതിനെ 40,000-വും 50,000-വുമായി ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ രവികൃഷ്ണനും ഗുരുവായൂർ ബാലുവും എന്ന് പറയുന്ന ഗജവീരനും ഗുരുവായൂർ രാജശേഖരനും ഇതേ എമൗണ്ട് തന്നെയാണ്. ഗുരുവായൂർ രാജശേഖരനും ഇപ്പോൾ വാങ്ങുന്ന എമൗണ്ട് 35,000 രൂപയാണ് ഇപ്പോൾ ഒരു ദിവസത്തെ ഏക്കത്തുകയായി വാങ്ങുന്നത്. അത് വിശേഷ ദിവസങ്ങളിലാകുമ്പോൾ 45,000 രൂപയായി മാറും. അതിനെ 40,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായും വിശേഷ ദിവസങ്ങളിൽ 50,000 രൂപയാക്കിയും മാറ്റുവാൻ ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ രാജശേഖരൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ഒരു എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു നേരത്തെ എഴുന്നള്ളികൾക്ക് മാത്രമാണ് ഈ എമൗണ്ട് എന്നുള്ളത് കൂടി കൊടുക്കുന്നു. ഗുരുവായൂർ രാജശേഖരൻ 2 നേരത്തെ എഴുന്നള്ളിപ്പിന് വിടുമോ എന്നുള്ളതും നമുക്ക് അറിയേണ്ട കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ്. ഗുരുവായൂർ ചെന്താമരാക്ഷൻ എന്ന ഗജവീരന് ഇപ്പോൾ വാങ്ങുന്ന ഒരു ദിവസത്തെ ഏക്കത്തുക എന്ന് പറയുന്നത് 35,000 രൂപയാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഗുരുവായൂർ ചെന്താമരാക്ഷന് വാങ്ങുന്ന ഏക്കത്തുക 45,000 രൂപയാണ്. അതിനെ ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് 40,000 രൂപയാക്കിയും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അത് 50,000 രൂപയാക്കിയും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ബാലകൃഷ്ണൻ എന്ന ഗജവീരനും 35,000 രൂപയാണ് ഒരു ദിവസത്തെ ഏക്കത്തുകയായി ഇപ്പോൾ വാങ്ങുന്നത്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അത് 45,000 രൂപയായിട്ടാണ് ഇപ്പോൾ വാങ്ങുന്നത്. അതിനെ 40,000 രൂപയാക്കിയും 50,000 രൂപയാക്കിയും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ, ഗുരുവായൂർ ബൽറാം, ഗുരുവായൂർ വിനായകൻ എന്നീ ഗജവീരന്മാർക്കും ഇപ്പോൾ വാങ്ങുന്നത് 35,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായും 45,000 രൂപ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ഏക്കത്തുകയായും വാങ്ങുമ്പോൾ അതിനെയും ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് 40,000 രൂപയാക്കിയും
പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ 50,000 രൂപയാക്കിയും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ കൃഷ്ണനാരായണൻ എന്ന ഗജവീരന് ഇപ്പോൾ ഒരു ദിവസത്തെ ഏക്കത്തുകയായി വാങ്ങുന്നത് 30,000 രൂപയാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഗുരുവായൂർ നാരായണനെ കിട്ടുന്നതിന് 40,000 രൂപ കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്നാൽ അതിനെ ഒരു ദിവസത്തെ ഏക്കത്തുകയായി 35,000 രൂപയായി ഉയർത്തുവാനും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഗുരുവായൂർ കൃഷ്ണനാരായണന് 45,000 രൂപ ഏക്കത്തുകയായി ഉയർത്തുവാനും ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ ജൂനിയർ കേശവൻ എന്ന ഗജവീരന് ഇപ്പോൾ ഒരു ദിവസത്തെ ഏക്കത്തുകയായി വാങ്ങുന്നത് 25,000 രൂപയാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ജൂനിയർ കേശവന് 30,000 രൂപയാണ് ഏക്കത്തുക വാങ്ങുന്നത്. അതിനെ ഒരു ദിവസത്തെ ഏക്കത്തുക 25,000-ൽ നിന്നും 30,000 രൂപയാക്കി ഉയർത്തുവാനും പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ഏക്കത്തുകയായ 30,000 രൂപയെ 40,000 രൂപയായി ഉയർത്തുവാനും ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ അക്ഷയ് കൃഷ്ണ, ഗുരുവായൂർ പീതാംബരൻ എന്നീ ഗജവീരന്മാർക്കും ഇതേ എമൗണ്ടാണ്, 25,000 രൂപയാണ് അവയ്ക്കും ഇപ്പോൾ വാങ്ങുന്ന ഒരു ദിവസത്തെ ഏക്കത്തുക. അതിനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ 30,000 രൂപയാണ് വാങ്ങുന്നത്. അതിനെ 30,000 രൂപയാക്കി ഒരു ദിവസത്തെ ഏക്കത്തുകയാക്കിയും 40,000 രൂപ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ഏക്കത്തുകയാക്കി മാറ്റുവാൻ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവദാസ് എന്ന ഗജവീരന് 25,000 രൂപ ഇപ്പോഴത്തെ ഏക്കത്തുകയായി വാങ്ങുന്ന ഗജവീരന്മാരിൽ ഒരുവനാണ് ഗുരുവായൂർ ദേവദാസ്. അതുപോലെ തന്നെ ഗുരുവായൂർ ഗജേന്ദ്രൻ, ഗുരുവായൂർ കൃഷ്ണ, ഗുരുവായൂർ അനന്തനാരായണൻ, ഗുരുവായൂർ ശങ്കരനാരായണൻ എന്നീ ഗജവീരന്മാർക്ക് ഇപ്പോഴത്തെ ഏക്കത്തുകയായി ഒരു ദിവസത്തെ ഏക്കത്തുകയായി ഇപ്പോൾ വാങ്ങുന്നത് 25,000 രൂപയാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഈ ആനകൾക്ക് വാങ്ങുന്നത് 30,000 രൂപയാണ്. അതിനെ ഒരു ദിവസത്തെ ഏക്കത്തുകയ്ക്ക് 30,000 രൂപയാക്കിയും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ 40,000 രൂപയാക്കിയും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ അയ്യപ്പൻകുട്ടി എന്ന ഗജവീരന് ഇപ്പോൾ വാങ്ങുന്ന ഏക്കത്തുക 20,000 രൂപയാണ് ഒരു ദിവസത്തെ ഏക്കത്തുകയായി വാങ്ങുന്നത്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഗുരുവായൂർ അയ്യപ്പൻകുട്ടിയെ കിട്ടുന്നതിന് 25,000 രൂപ ഏക്കത്തുക കൊടുക്കേണ്ടി വരും. അതിനെ ഒരു ദിവസത്തെ ഏക്കത്തുക 25,000 രൂപയാക്കിയും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ 35,000 രൂപ ഏക്കത്തുകയാക്കിയും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. രാധാകൃഷ്ണൻ, ഗുരുവായൂർ രാധാകൃഷ്ണൻ എന്ന ഗജവീരന് ഇപ്പോഴത്തെ ഏക്കത്തുക 25,000 രൂപയാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഗുരുവായൂർ രാധാകൃഷ്ണനെ ലഭിക്കുന്നതിന് 30,000 രൂപ കൊടുക്കേണ്ടി വരും. അതിനെ മാറ്റി നിശ്ചയിക്കുന്നത് ഇത്തരത്തിലാണ്: 30,000 രൂപ ഒരു ദിവസത്തെ ഏക്കത്തുകയായും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ 40,000 രൂപയായും മാറ്റി നിശ്ചയിക്കുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണൻ എന്ന ഗജവീരനെ ഗുരുവായൂർ ചന്ദ്രശേഖരൻ എന്ന ഗജവീരനും ഗുരുവായൂർ കീർത്തി എന്ന ഗജവീരനും അതുപോലെ തന്നെ ഗുരുവായൂർ നവനീത് കൃഷ്ണ എന്ന ഗജവീരനും ഗുരുവായൂർ ലക്ഷ്മി നാരായണൻ, ഗുരുവായൂർ നന്ദിനി, ഗുരുവായൂർ ദേവി, ഗുരുവായൂർ രശ്മി, ഗുരുവായൂർ ലക്ഷ്മി കൃഷ്ണ എന്നീ ഗജവീരന്മാർക്കും ഗജരാണിമാർക്കും ഇപ്പോൾ വാങ്ങുന്ന ഏക്കത്തുക 20,000 രൂപയാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഈ ഗജവീരന്മാർക്കും ഗജരാണിമാർക്കും വാങ്ങുന്നത് 25,000 രൂപയാണ്. അതിനെ ഒരു ദിവസത്തെ ഏക്കത്തുക 25,000 രൂപയാക്കിയും പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ഏക്കത്തുക 35,000 രൂപയാക്കിയും ഉയർത്തുവാൻ ശുപാർശ ചെയ്യുന്നു. വിശേഷ ദിവസങ്ങളായി ഗുരുവായൂർ ദേവസ്വം പരിഗണിക്കുന്ന ദിവസങ്ങൾ ഇവയൊക്കെയാണ്: മകരച്ചൊവ്വ, മകരപ്പത്ത്, തൈപ്പൂയം, കുംഭഭരണി, ശിവരാത്രി, മീനഭരണി എന്നീ ദിവസങ്ങൾ വിശേഷ ദിവസങ്ങളായി പരിഗണിക്കും. തുക വർദ്ധിപ്പിക്കേണ്ട വിശേഷ ദിവസങ്ങൾ തൃക്കാർത്തിക, മകരഭരണി എന്നിവയായും പരിഗണിക്കും എന്നും ഇപ്പോഴത്തെ വമ്പുള്ള വമ്പന്മാരെ തങ്ങളുടെ തട്ടകത്തിലെത്തിക്കുവാൻ കാത്തിരിക്കുന്ന പുരാഘോഷ കമ്മിറ്റികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം ചിരൺ മംഗലശ്ശേരി.